ഹായ്, ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ സേമിയ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു ഫ്രൈങ് പാനിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും ചേർത്ത് ഗോൾഡൻ നിറം ആകുന്നത് വരെ വറുത്ത് കോരുക. അതേ നെയ്യിൽ 1 കപ്പ് സേമിയ വറുക്കുക. സാധാരണ ഞാൻ കനം കുറഞ്ഞ സേമിയാണ് ഉപയോഗിക്കാറ്. ഇപ്രാവശ്യം കനം കൂടിയതാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള സേമിയ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിനാവശ്യമായ പാല് തയ്യാറാക്കാം. അതിനായി ഒരു സ്മോൾ ടിൻ മിൽക്ക് മെയ്ഡും ഏകദേശം അരക്കപ്പോളം വരും. അതിൻ്റെ കൂടെ 1.5 കപ്പ് വെള്ളവും ചേർത്ത് സോസ് പാനിൽ ഒഴിച്ച് തിളപ്പിക്കാം. പാല് തിളച്ച് വരുമ്പോൾ ഒരു നുള്ള ഉപ്പും ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും ജാതിക്കാപ്പൊടിയും ചേർക്കാം. തിളച്ച പാൽ സേമിയയിൽ ഒഴിച്ച് സേമിയ വേകുന്നത് വരെ വേവിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും 2 കപ്പ് തിളപ്പിച്ച പാലും ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി അനുസരിച്ച് പാലിൻ്റെ അളവിൽ മാറ്റം വരുത്താം. പായസത്തിന് റിച്ച് ഫ്ലേവറും നല്ലൊരു നിറവും കിട്ടാൻ ഇനി കാരമലൈസ്ഡ് ഷുഗർ ചേർക്കാം. അതിനായി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് ഗോൾഡൻ നിറമാകുന്നത് വരെ ഉരുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് കാരമലൈസ്ഡ് റെഡിയാക്കുക. ഇത് പായസത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. അവസാനമായി വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും വിതറി സേമിയ പായസം ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ സേമിയ പായസം റെഡി. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.